കഥ തിരിച്ചറിവ്. രചന ബീന ഹരി. അവതരണം തീർത്ഥ MS. ഇന്നത്തെ യാത്ര എനിക്കേറെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. എത്ര നാളത്തെ ആഗ്രഹ സഫലീകരണമാണ്. ഏറെ നാളുകളായി പറയുന്ന ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നാണത് സാധ്യമായത്. അതുകൊണ്ട് തന്നെ യാത്രകളിൽ എപ്പോഴും സംസാരിച്ചിരുന്ന ഞാൻ ഇന്ന് ഓർമ്മകളുടെ ഇരമ്പലാൽ നിശബ്ദയായി. അതിന്റെ പ്രതിഫലനമെന്നോണം ഇടയ്ക്കിടയ്ക്ക് വാലും തലയും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. സഹിക്കുക തന്നെ എന്ന ഭാവത്തിൽ ചെറുചിരിയോടെ രാമേട്ടൻ ഡ്രൈവിങ്ങിൽ മുഴുകി. കാലം എത്ര പെട്ടെന്നാ കടന്നുപോയത്. 15 വർഷങ്ങൾ. മണ്ണും മനുഷ്യനും പുഴയും വഴിയുമെല്ലാം മാറി. ഓർത്തെടുക്കാൻ കഴിയാത്തവണ്ണം മാറി. വഴിയിലെ കാഴ്ചകൾക്ക് മങ്ങലേറ്റ പോലെ. എല്ലാം അപരിചിതത്വം നിറഞ്ഞ കാഴ്ചകൾ. ഗൂഗിൾ മാപ്പ് കാട്ടിത്തന്ന വഴി മുന്നിലുള്ളതിനാൽ ആരോടും ചോദിക്കാതെ തന്നെ യാത്ര തുടർന്നു. അതും മാറ്റത്തിന്റെ മറ്റൊരു മുഖം. ആരോടും ചിരിക്കണ്ട, കുശലം ചോദിക്കണ്ട, പരിചയം കൂടണ്ട, കടപ്പാടും നന്ദിയും പറയണ്ട. വഴിയരികിലെ ഒറ്റമുറിക്കടയും തടിബെഞ്ചും മൺകലത്തിൽ നിന്ന് വലിയ സ്റ്റീൽ ഗ്ലാസിലേക്ക് പകരുന്ന മോരും മേമ്പൊടിയായി ചേർക്കുന്ന മാങ്ങാച്ചാറും അത് മോന്തി കുടിക്കുന്നതിനിടയിലാണ് വഴി ചോദിക്കൽ. എത്ര പേരാണ് മുക്കും മൂലയും വളവും തിരിവുമൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്നത്. ഒരിക്കലും കാണില്ല എന്ന് അറിയാമെങ്കിലും കാണാം നമുക്കെന്ന് പറഞ്ഞ് നനത്ത ചിരിയോടെ യാത്രയാക്കുന്ന മനുഷ്യർ. അതൊക്കെ ആയിരുന്നില്ലേ യഥാർത്ഥ യാത്രാനുഭവങ്ങൾ. ഒന്ന് വരയ്ക്കാൻ പാകത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സൗഹൃദ നിമിഷങ്ങൾ. കാലം മാറിയപ്പോൾ ആസ്വാദനത്തിന്റെ തലവും മാറി. പുത്തൻ തലമുറയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എന്തിനാ വെറുതെ ആളുകളോട് ചോദിക്കുന്നത്, ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ എന്ന അഭിപ്രായമാണ് അവർക്ക്. ഓരോന്ന് ചിന്തിച്ച് എന്റെ കഥ വഴിമാറിപ്പോയോ. നമുക്ക് യാത്ര തുടരാം. വെളിയിലേക്ക് കണ്ണുപായിച്ച് ഞാൻ ഇരുന്നുവെങ്കിലും മനസ്സ് പഴയ ഓർമ്മകളിൽ തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് ആദ്യമായി മാറി നിൽക്കുന്നു. പുതിയ സ്ഥലം, ആളുകൾ. ബിരുദാനന്തര പഠനത്തിനായി 2 വർഷത്തെ മാറി നിൽക്കൽ. കോളേജിനടുത്ത് പെയിൻ ഗസ്റ്റായി ഒരു വീട് തരപ്പെട്ടു. നല്ല അന്തരീക്ഷം. കോളേജിന് വളരെ അടുത്ത് വീടിനോട് ചേർന്ന ഒരു ഔട്ട് ഹൗസിലായിരുന്നു ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരുന്നത്. എന്നോടൊപ്പം മറ്റ് 2 പേർ കൂടിയുണ്ട്. കോളേജിൽ ചെന്നതിന് ശേഷം പരിചയപ്പെട്ടവർ, റസീനയും ലിയയും. ആ വീട്ടിൽ പ്രായമായ അമ്മയും അച്ഛനും പിന്നെ മകനും മരുമകളും പേരക്കുട്ടിയുമായിരുന്നു താമസം. നാടൻ ഭക്ഷണ രീതി. ആഹാരം രുചികരമായി തയ്യാറാക്കി തരും. ഒരു വീടിന്റെ സുരക്ഷിതത്വവും സ്നേഹവും വാത്സല്യവും കരുതലും അവിടെ നിന്ന് കിട്ടിയിരുന്നു. തൊട്ടടുത്തായി ഒരു ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രം. അതായിരുന്നു എന്നെ ഏറെ ആകർഷിച്ചത്. എന്റെ നാട്ടിലെ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ക്ഷേത്രാന്തരീക്ഷമായിരുന്നു. അവിടെ സ്ത്രീകൾ അതിരാവിലെ അമ്പലത്തിൽ പോകും. പ്രായമായവർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറൻ മാറിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. ഞാനും താമസ സ്ഥലത്തെ അമ്മയോടൊപ്പം അമ്പലത്തിൽ പോവുക പതിവാക്കി. അമ്മ അമ്പലക്കുളത്തിൽ കുളിച്ച് ഈറൻ മാറി വരുന്നത് വരെ ഞാൻ ആൾത്തറച്ചുവിട്ടിരിക്കും. അപ്പോൾ കേൾക്കുന്ന ഭഗവത് കീർത്തനം മനസ്സിനും ശരീരത്തിനും വല്ലാത്ത ഉന്മേഷം നൽകും. എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാൻ തോന്നും. ലളിതമായ വേഷവിധാനങ്ങളായിരുന്നു ക്ഷേത്രത്തിൽ വരുന്നവർക്ക്. അമ്പലമുറ്റത്തെ യൂക്കാലി മരത്തിൽ നിന്ന് വീഴുന്ന ഇലകൾ തിരുമ്മി നീര് കയ്യിലും കഴുത്തിലും പുരട്ടുക എൻ്റെ ഒരു ശീലമായിരുന്നു. ഉണ്ണിക്കണ്ണനോട് എനിക്ക് ആരാധന തോന്നിയത് അന്നു മുതലാണ്. ചന്ദനത്തോടൊപ്പം ഇലക്കീറിൽ തരുന്ന മലരും ഒരു ചെറിയ കഷ്ണം പഴവും ആ ദിവസത്തെ ആദ്യ വിഭവമായിരുന്നു. ചിലപ്പോ പ്രസാദത്തോടൊപ്പം തരുന്ന ജമന്തിപ്പൂവ് പിറ്റേ ദിവസം വരെ തലയിൽ ഉണ്ടാകും. അമ്പലപ്പറമ്പിലൂടെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ വിരലുകൾക്കിടയിലൂടെ ഇളകിമാറുന്ന മണൽത്തരികളുടെ ഇക്കിളിപ്പിടുത്തലും ഉപ്പൂറ്റി മാത്രം മണലിൽ ഉറപ്പിച്ചു നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴാൻ തുടങ്ങുന്നതുമൊക്കെ മങ്ങാത്ത ഓർമ്മകൾ. ഭഗവാനുമായി അഗാധമായ ആത്മബന്ധം ആ 2 വർഷം കൊണ്ടുണ്ടായി.
ഒടുവിൽ കോഴ്സ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ വീട്ടുകാരെ പിരിയുവാൻ എനിക്ക് വിഷമമായിരുന്നു. അതിനേക്കാൾ ഏറെ തളർത്തിയത് കണ്ണനെ പിരിയുന്ന കാര്യമായിരുന്നു. യാത്ര പറയുവാൻ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണീർ ധാരധാരയായി ഒഴുകി. എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നടന്നത്. വർഷം 15 കഴിഞ്ഞു. ജീവിതം പുതിയ പാതയിലേക്ക് മാറി. വിവാഹശേഷം ചേട്ടനോട് ഒരിക്കൽ കൂടി അവിടെ പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാനെ കാണണം. ഇപ്പോഴാണ് അവസരം കൈവന്നത്. അമ്പലത്തിൽ കയറിയാൽ മാത്രം മതിയല്ലോ, മറ്റെങ്ങും പോകാനില്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് നോക്ക്. എന്തായാലും ഇത്രയേറെ യാത്ര ചെയ്തിട്ട് ഉടനെ തിരിച്ചു മടക്കം വേണ്ട. ഒരു ദിവസം നമുക്കവിടെ ചിലവഴിക്കാം. ചേട്ടൻ പറഞ്ഞത് ഞാൻ തലയാട്ടി സമ്മതിച്ചു. നീ താമസിച്ചെടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാകുമോ? ആർക്കെങ്കിലും നിന്നെ പരിചയമുണ്ടാകുമോ? രാമേട്ടന്റെ സംശയം നീണ്ടുപോയി. ഞാൻ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ഇപ്പോൾ ആളില്ല. അച്ഛനും അമ്മയും മരിച്ചതോടെ മകൻ പാലക്കാട്ടേക്ക് താമസമായി. കൂട്ടുകാരികളിൽ ഒരാൾ അവിടെ പോയപ്പോൾ അറിഞ്ഞതാണ്. പിന്നെ അവിടെ എന്നെ അറിയാൻ ആരാ ഉള്ളത്? തിരിച്ചറിയാൻ ആരും ഉണ്ടാവില്ല, ഭഗവാൻ ഒഴിച്ച്. അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറയാൻ കഴിഞ്ഞില്ല. ചിന്തയിൽ മുഴുകിയിരുന്നതിനാലാവും കണ്ണുകൾ മയക്കത്തിലേക്ക് ആണ്ടുപോയി. ആഹാ, എന്തൊരുറക്കമാ, എഴുന്നേൽക്ക്. നോക്കിയപ്പോൾ ഭഗവത് സന്നിധി. അതേ മണൽപ്പരപ്പ് തടച്ച യൂക്കാലി മരം, മുത്തശ്ശി അറിയാൻ ഭംഗിയായി കെട്ടി ഒരുക്കിയിട്ടിരിക്കുന്ന കുളക്കടവ്. ഇല്ല, വലിയ മാറ്റമൊന്നുമില്ല. മനസ്സിൽ സന്തോഷം അലതല്ലി. കൂടെ വന്ന ആളെ കാക്കാതെ ഞാൻ വേഗത്തിൽ നടന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ പുതിയ കാഴ്ചകളൊന്നും കടന്നു വന്നില്ല. ധൃതിയിൽ ഭഗവാന്റെ മുന്നിലെത്തി. ഹൃദയം വല്ലാതെ മിടിക്കുന്നതായി തോന്നി. കാലുകൾ വിറച്ചു. കൈകൂപ്പി നിന്നപ്പോൾ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞു തുളുമ്പി. എനിക്ക് ഭഗവാന്റെ ഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രസാദം വാങ്ങണ്ടേ എന്ന ചോദ്യം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. എന്നെ നോക്കി നിൽക്കുന്നു എന്റെ സാരഥി. ഞാൻ പ്രസാദം വാങ്ങുന്നതിന് ഇടതുവശത്തേക്ക് തിരിഞ്ഞു. കയ്യിൽ തീർത്ഥം വാങ്ങി നിൽക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന ഒരു പയ്യൻ. നല്ല തടിച്ച ശരീരം, ഏകദേശം 30 വയസ്സ് തോന്നും. ചെറിയ വൈകല്യമുള്ള കുട്ടികളുടെ മുഖഭാവമായിരുന്നു അവന്. തൻ്റെ മുന്നിൽ നിന്നും മാറാതെ അവൻ നിന്നു. എന്തോ കണ്ടെത്തിയ ഭാവമായിരുന്നു അവന്. അതിലേറെ അതിശയം കലർന്ന നോട്ടവും. കുറച്ചേറെ വലിയ കണ്ണുകളും ഉയർന്ന നെറ്റിയും നല്ല പ്രസന്നമായ മുഖം. പെട്ടെന്നവൻ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചുറക്കി ചിരിക്കാൻ തുടങ്ങി. അമ്പലത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം അതിശയത്തോടെ നോക്കി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ഞാനും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. കുട്ട, എന്താ കാണിക്കുന്നത്? നിനക്ക് എന്തു പറ്റി എന്നുറക്കെ വിളിച്ചുകൊണ്ട് പ്രായമായ ഒരു സ്ത്രീ ഞങ്ങൾക്കരികിലേക്ക് വന്നു. കാലുകൾ വലിച്ചു നീട്ടിയാണ് നടന്നു വന്നത്. നടക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. കുട്ട, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്കരികിലെത്തി. എന്താ കുട്ടി നീ കാണിക്കുന്നത്? മിണ്ടാതിരിക്കെ. പക്ഷേ അമ്മ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൻ എന്നെ മുറുകെ പിടിച്ചു. ക്ഷമിക്കണം, പോട്ടെ, അവൻ എന്തോ അബദ്ധം പറ്റിയതാ. ഇങ്ങനെയൊന്നും പെരുമാറാത്ത കുട്ടിയാണ്, എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു. എന്നിട്ട് അവർ എൻ്റെ മുഖത്തേക്ക് നോക്കി. മുമ്പ് കണ്ട പരിചയം തോന്നുന്നില്ല. എവിടെയുള്ളതാ കുട്ടി? ഇപ്പോൾ ഒത്തിരി പേർ വരുന്നുണ്ട്, പലരെയും അറിയില്ല. അവർ ക്ഷമാപണം തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ മറുപടിയൊന്നും പറയാത്തതിനാലാവും കുറച്ചൊരു ദേഷ്യത്തോടെ മകനെയും പിടിച്ചവർ പോകാൻ ശ്രമിച്ചു. പക്ഷേ അവൻ എന്റെ കൈവിടാൻ കൂട്ടാക്കിയില്ല. കുട്ട, ആ വിളി എവിടെയോ കേട്ട പോലെ. ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ക്ഷേത്രത്തിൽ താൻ പതിവായി എത്തുമ്പോൾ മുത്തശ്ശിയോടൊപ്പം പൂക്കളിർത്ത് മാല കോർത്തിരുന്ന ഒരു ആൺകുട്ടി. ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന് സമീപമായിരുന്നു കുട്ടന്റെയും വീട്. 15 വയസ്സുള്ള കുട്ടിയായിരുന്നെങ്കിലും മാനസിക വളർച്ച പ്രായത്തിനനുസരിച്ച് കുറവായിരുന്നതായി തോന്നിയിരുന്നു.
വളരെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവന്റെ അമ്മയ്ക്ക് അവനെ കിട്ടിയത്. പക്ഷേ അവൻ എല്ലാവരോടും വലിയ സ്നേഹമാണ്, സദാ ചിരിച്ച മുഖഭാവവും. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ജീവനക്കാരുടെ എല്ലാം കണ്ണിലുണ്ണിയാണവൻ. അമ്മയ്ക്കും അച്ഛനും കാപ്പിത്തോട്ടത്തിലാണ് പണി. അതിനാൽ മുത്തശ്ശിയോടൊപ്പമാണ് കുട്ടന്റെ താമസം. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവരോടും കുട്ടന് സ്നേഹമാണ്. അവ്യക്തമായി സംസാരിക്കും. അത് പക്ഷേ അവന്റെ മുത്തശ്ശിക്ക് മനസ്സിലാകുമായിരുന്നു. ഞാനും കുട്ടനും കൂട്ടായി. വളം വെക്കുമ്പോഴും ആൽത്തറച്ചുവട്ടിൽ ഇരിക്കുമ്പോഴും കുട്ടൻ എന്റെ കൂടെ കൂടും. ഞങ്ങൾ കൂട്ടുകാരായി മാറി. പക്ഷേ ഇന്നെനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ പോലും ഓർക്കുക കൂടി ചെയ്തില്ല. ഒരു വിങ്ങലോടെ ഞാൻ വിളിച്ചു, കുട്ടാ. അവൻ എന്നെ നോക്കി. പിന്നെ എന്തോ നേടിയെടുത്ത സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി. ഒന്നും മനസ്സിലാകാത്ത പോലെ മറ്റുള്ളവർ നോക്കി നിന്നു. ഞാൻ എന്റെ യാത്രോദ്ദേശ്യവും അവിടവുമായുള്ള ബന്ധവും പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അമ്മ പറഞ്ഞ് കുട്ടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിമാരെ കുട്ടന് വലിയ ഇഷ്ടമായിരുന്നെന്ന്, പ്രത്യേകിച്ച് കുട്ടിയെ. നിങ്ങൾ പോയ ശേഷം കുട്ടൻ ഏറെ നാൾ അന്വേഷിച്ചു. പിന്നെ പിന്നെ അവനത് ചോദിക്കാതെയായി. അവർ മകനെ ചേർത്തണച്ചു പറഞ്ഞു, വർഷം എത്ര കഴിഞ്ഞു, അവൻ എന്നിട്ടും മറന്നില്ലല്ലോ, പെട്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അവന്റെ മനസ്സിൽ മായാതെ കിടന്നിരുന്നല്ലോ കുട്ടിയുടെ മുഖം. സങ്കടത്തോടെ, ഒപ്പം മകനെ കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓർത്തപ്പോൾ എനിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. പറയാൻ കഴിയാത്തൊരു വിങ്ങൽ. അവന്റെ മുന്നിൽ തീരെ നിസ്സഹായതയോടെ ഞാൻ നിന്നു. മുത്തശ്ശി ചോദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവർ മറുപടി നൽകി. 8 കൊല്ലമാകും ഈ കുംഭത്തിൽ. വീണ്ടും അവർ കുട്ടനെ ചേർത്തണച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, ഓർത്തിരുന്നല്ലോ എൻ്റെ കുട്ടി. എൻ്റെ കുട്ടിക്ക് സ്നേഹിക്കാനേ അറിയൂ. എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. ആരെയും നോക്കാൻ കഴിയാതെ കുറ്റബോധത്തോടെ തല താഴ്ത്തി ഞാൻ. എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവും രാമേട്ടൻ പതിയെ എൻ്റെ ചുമലിൽ തട്ടി. വല്ലാത്തൊരു ആശ്വാസം തോന്നിയപ്പോൾ. സ്നേഹത്തോടെ അവൻ എന്നെ നോക്കി, എന്നോട് ചേർന്ന് നിന്നു. ഭഗവാന്റെ മുന്നിലേക്ക് മിഴികൾ പായിച്ച് ഞാൻ നൊമ്പരത്തോടെ ചോദിച്ചു, എന്താ കണ്ണാ ഇത്രയും കാലം ഈ സ്നേഹത്തെ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചത്? ബുദ്ധിശൂന്യത എനിക്കല്ലേ കണ്ണാ? നീ എനിക്കായി കരുതി വെച്ച സ്നേഹം ഇതായിരുന്നുവോ? ഇങ്ങനെ ഒരു തിരിച്ചറിവിനാണോ കാലങ്ങളോളം നീ എന്നെ അകറ്റി നിർത്തിയത്? 1000 ചോദ്യങ്ങൾ എന്നിൽ ഉയർന്നു. അവന്റെ കൈപിടിച്ച് ക്ഷേത്രപ്പടികൾ ഇറങ്ങുമ്പോൾ നിഷ്കളങ്കത നിറഞ്ഞ സ്നേഹത്തിന്റെ ആഴങ്ങൾ ഉള്ളിൽ അലതല്ലി. തിരിച്ചറിവിന്റെ ബാലപാഠങ്ങൾ മുന്നിൽ തെളിയുന്ന പോലെ.